ഭക്ഷണപദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് മാംസം പാകം ചെയ്യുമ്പോൾ രുചിയും മണവും കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ ഒരു വിഷമല്ല. അജിനോമോട്ടോ ഇന്ത്യയിലും ലോകത്തെവിടെയും നിരോധിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ അജിനോമോട്ടോ കഴിച്ച് എന്തെങ്കിലും ദോഷമുണ്ടായതായി ലോകത്ത് ഇന്നുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെന്തിനാണ് അജിനോമോട്ടോ വിഷമാണെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? മൈദ, പഞ്ചസാര തുടങ്ങി വെളുത്തതെന്തും വിഷമാണെന്ന് പ്രകൃതി ചികിത്സക്കാർ കുറേ കാലമായി പ്രചരിച്ചു വരുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് അജിനോമോട്ടോയും വിഷമാണെന്ന് പ്രചരിപ്പിക്കുന്നത്. ഈ പ്രചാരണം മാധ്യമക്കാരും സോഷ്യൽ മീഡിയയിൽ ചിലരും ഏറ്റെടുത്തതോടുകൂടി ഭക്ഷണ സാധനങ്ങൾ എന്തും വിഷം തീണ്ടിയതാണെന്ന ഒരനാവശ്യ ഭീതി ആളുകളെ പിടികൂടിയിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് അജിനോമോട്ടോ എന്ന് നമുക്ക് നോക്കാം. അജിനോമോട്ടോ എന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് MSG എന്ന വസ്തുവിൻ്റെ ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. അതായത് അജിനോമോട്ടോ എന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് നിർമ്മിക്കുന്ന കമ്പനിയുടെ പേരാണ്. ഇത് വെളുത്ത തരികളായി കാണപ്പെടുന്നു. ജപ്പാനിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനീസ് ശാസ്ത്രജ്ഞനായ കിക്കുനെ ഇക്കദയാണ് ഒരുതരം കടൽപ്പായലിൽ നിന്നും MSG വേർതിരിച്ചെടുത്തത്. മാംസത്തിലും തക്കാളിയിലും അടങ്ങിയിരിക്കുന്ന ഈ പ്രത്യേക രുചിയെപ്പറ്റി അദ്ദേഹം ഗവേഷണം തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഗ്ലൂട്ടാമേറ്റ് ആസിഡ് എന്ന അമിനോ ആസിഡിനെ വേർതിരിച്ചെടുത്തു. പാചകം ചെയ്യുമ്പോൾ ഈ അമിനോ ആസിഡ് ഗ്ലൂട്ടാമേറ്റായി മാറും. ആ മാറിയ ഗ്ലൂട്ടാമേറ്റാണ് ഈ രുചിക്ക് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ഗ്ലൂട്ടാമേറ്റ് ഉപ്പുവെള്ളത്തിൽ കലർത്തിയാൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ലഭിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അജിനോമോട്ടോ എന്ന പേരിൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന തുടങ്ങിയത്. ഇപ്പോൾ ഇത് വ്യാവസായികമായി കരിമ്പ്, സ്റ്റാർച്ച് തുടങ്ങിയവ പുളിപ്പിച്ചുണ്ടാക്കുന്നു. ഇത് ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉളവാക്കുന്ന രുചിയെ ഉമാമി എന്നാണ് പറയുന്നത്. ചൈനീസ്, ജപ്പാനീസ്, കൊറിയൻ തുടങ്ങിയ തെക്കുകിഴക്കൻ ഭക്ഷണ സമ്പ്രദായങ്ങളിലാണ് ഇത് കൂടുതലായും ഉപയോഗിച്ചു കാണുന്നത്. MSG ശരീരത്തിന് ഹാനികരമാണെന്ന് വ്യാപകമായി പറയപ്പെടുന്നുവെങ്കിലും ശാസ്ത്രീയമായി ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. കാരണം ഇത് സ്വാഭാവികമായി പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന ഒരു ഗ്ലൂട്ടാമേറ്റാണ്. തക്കാളി, കൂണുകൾ, ഉരുളക്കിഴങ്ങ്, ചിലതരം ചീസുകൾ തുടങ്ങി പല ഭക്ഷ്യവസ്തുക്കളിലും ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മേലെയായി ഇത് ഉപയോഗിച്ചു വരുന്നു. ഒരു ശരാശരി മനുഷ്യൻ ദൈനംദിനം ഏകദേശം 13 ഗ്രാം ഗ്ലൂട്ടാമേറ്റ് ഭക്ഷണത്തിലെ പ്രോട്ടീൻ വഴി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ 0.55 ഗ്രാം മാത്രമേ ശരീരത്തിൽ അധികമായി എത്തുകയുള്ളൂ. എന്നാൽ കേരളത്തിൽ അജിനോമോട്ടോ ഉപയോഗിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലും ബേക്കറികളും ആ വിവരം നിയമം അനുശാസിക്കുന്ന വിധം വ്യക്തമായി വിവരിക്കുന്നു. അതിങ്ങനെയാണ്: ഈ സ്ഥാപനത്തിൽ താഴെ പറയുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർക്കുന്നു. ഈ ഭക്ഷണം 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇത് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ 2015 ഡിസംബറിൽ ഉത്തരവിറക്കി. ഉത്തരവ് ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴോ പ്രചരിപ്പിക്കുമ്പോഴോ അതിൻ്റെ ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ യാഥാർത്ഥ്യങ്ങൾ കൂടി പറയുന്നതാവും അതിൻ്റെ ശരി.